മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ, എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും, സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ
വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുതേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. വത്സലരേ ദൂരത്തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ, സ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളിക്കൂട്ടുന്നോർക്കാൻ വെളിവാകും നാഥാ, നിൻ ദൈവികമാ വല്ലഭാഗേ നിർത്തണമെന്നേ. വത്സലരേ സത്യം ഭയമാർ നീടുന്നേ, കഠിന ഭയ
എന്നകതാരിളകിടുന്നു. ജഗദീരക്ഷകനാ മശീഹ നൃപനൻ കാഴ്വിട്ടതിന പോകും നേ സങ്കടപൂർവം. ആകാശവും ഈ ഭൂതലവും താമകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നൽകണമേ മൃതനായി. സന്തോഷത്തിലവരാണ് കർത്താവേ. ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുരൻ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമ സഭയുടെ നാട്ടിൽ ചേർക്കണം. പകരീയമായി നിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവദേവനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരഭരാവും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നിർമ്മന മിശിഹാനാഥ ഹൃദയരെല്ലാരും നിന്നെ വിളങ്ങും വദനമോടുണരാ പരമരുളേണം. ഉന്നത നിർമ്മന മിശിഹാനാഥ ഹൃദയരെല്ലാരും നിന്നെ വിളങ്ങും വദനമോടുണരാ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത അന്ത്യമഴാത്തോ അവികലമോദം നുകരാമൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കാം. പരിശുദ്ധ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു.
ചുരുക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. അവൻ രക്ഷിക്കും. കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമർപ്പിച്ച കർത്താവേ, ആശുദ്ധമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന് നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണപ്പെടുന്നവരെ മതിമോടുകൂടി ഇറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതങ്ങളുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിൽ നിൽക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാസ്യമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. പോയ നമ്മുടെ ഒരിക്കലെ അമ്മച്ചിയുടെ സംസ്കാര ചടങ്ങിനെ അനുബന്ധിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരാൾ മരിക്കുക എന്നാൽ അത് ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു സ്വർഗത്തിന്റെ പാതയിലേക്ക് കടക്കുന്നതിന്റെ സൂചകമാണ് മരിക്കുക എന്ന് പറയുക. ഇവിടെ നമുക്കറിയാം, അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഇവിടെയുള്ള സഹോദരങ്ങളെ നമുക്കറിയാം, അമ്മ ഒരിക്കലും മരിക്കുകയല്ല, സ്വർഗത്തിൽ ഈശോയോടൊപ്പം നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സംസ്ഥാന ചടങ്ങ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. ഞങ്ങളുടെയുമായ കർത്താവേ, പാവനായി ഈ പന്നിനെ ആശ്വസിക്കണമേ. ഈ ജലത്താതനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനെ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പോവുകയും ചെയ്യും. അത് നിന്നിരുന്ന സ്ഥലങ്ങൾ അഗാധമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സിദ്ധാന്തങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യന് നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമി അരുളേണം. കർത്താവ് വരവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശം ഞങ്ങൾ കരുണക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് ആശ്വനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേലും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരു ക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാനോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർമ്മനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുടെ അന്തിമവിധിനാളെ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിറത്തണമേ. നല്ലവരുത്തുവനം ഭാഗി നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം
കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു മിശിഹായി, എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടങ്ങി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവ്, ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും എന്റെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവിത കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെ ചിന്തിച്ചടരെ നെടുവീർപ്പിട്ടു കരഞ്ഞ കണ്ണുകൾ താ
അന്നൊരു ദിവസം ബേസരിയായി സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികം ആർന്നിഘനയേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസരിയായി സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ലൈനായി പള്ളിയിലേക്ക് പോവുക. ബാക്കിയുള്ള കർമ്മങ്ങൾ എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത്. അപ്പം എല്ലാവരും വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ പള്ളിയിലാണ് നടത്തപ്പെടുക. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ പള്ളിയിലേക്ക് പോവുക. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയനിക്കായി നൽകിയ വസതി. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി
പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. നമുക്കറിയാം ഒരിക്കലെ നമ്മൾ യാത്രയാണ്. ഒരിക്കലെ അമ്മയെ നമ്മൾ യാത്രയാണ്. ഒരിക്കലെ അമ്മയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയാതെ തന്നെ പറഞ്ഞ് വരുന്നതാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അമ്മയ്ക്ക് നടക്കണം. ആവുന്ന കാലം മുഴുവൻ രാവിലെ വന്ന് വിശുദ്ധമായി പ്രാർത്ഥിച്ച ഒരാളാണ് ഈ അമ്മ.
എനിക്ക് വ്യക്തം അറിയാവുന്ന വർഷങ്ങളുടെ പരിചയം ഈ കുടുംബമായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊട്ട് ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹനം ഏറ്റെടുത്ത അവൻ മക്കൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവരെ വളർത്തുവാനായിട്ട് അവരെ നല്ല നിലയിലെത്തിക്കുവാനായിട്ട് ഒരുപാട് ത്യാഗമെടുത്ത ഒരാളാണ്. ഉത്തരവാദിത്വമില്ലാത്ത അവരുടെയും ജീവിതത്തിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് ഈ മക്കൾക്ക് വേണ്ടി നിലകൊണ്ട ഒരമ്മയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെ പഠനത്തിനായിട്ടൊക്കെ തന്നാലാവുന്ന വിധം പരമാവധി അതിനുവേണ്ടി ത്യാഗങ്ങൾ ഏറ്റിട്ടുണ്ട്. ഈ കുടുംബത്തിൽ തങ്കച്ചേട്ടനുണ്ട്, ടോം ചേട്ടനുണ്ട്, ധൂപിയുണ്ട്, അവരുടെ ജീവിത പങ്കാളികളുണ്ട്, ബഹുമാന സിസ്റ്റർ ലാലിയുണ്ട്. പിന്നെ എല്ലാവരും തന്നെ പ്രത്യേകിച്ചും തങ്കച്ചേട്ടനും ജോബിയൊക്കെ ഈ ഇടവകയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബമാണ്. ഏത് കാര്യത്തിനും ഈ ഇടവകയോട് സഹകരിച്ചിരിക്കുന്ന കുടുംബം. ഒരു മകളുണ്ടായിരുന്ന ആ മകളെ ദൈവത്തിന് സമാനമായിട്ട് അമ്മ കൊടുത്തു. സിസ്റ്റർ ലാലിയാണെങ്കിൽ സഭയിൽ ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായ ജീവിതം നയിക്കുന്ന ഒരു സന്യാസിയാണ്. മക്കള് തങ്കച്ചി ചേട്ടനും ജോബിയുമൊക്കെ വളരെ പക്വതയോടെ കുടുംബം നടത്തുന്നു. അവരുടെ ജീവിത പങ്കാളികൾ അതിലേറെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാം കാരണം ഈ അമ്മയുടെ മാതൃകയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി എങ്ങനെ ഒരമ്മ ജീവിക്കണമെന്ന് ഇവർക്ക് അനുഭവമാക്കി കൊടുത്ത ഒരമ്മയാണ്. ഇങ്ങനെ ഞാനിവിടെ ആയിരുന്ന സമയത്ത് നമ്മൾ പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ആരും അറിയാതെ ഈ അമ്മ ആടിനെ വളർത്തി ആടിനെ കൊടുത്ത് വിടുന്ന തുച്ഛമായ പൈസ അമ്മയ്ക്ക് പ്രായമായി. ആ പൈസയിലെ നല്ലൊരു വിധം എന്നെ കൊണ്ട് ഏൽപ്പിച്ചു. അച്ഛാ, ഈ തുക അച്ഛൻ വീട് പണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കമുള്ള ആ സാഹചര്യത്തിലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് നന്മ ചെയ്യുവാൻ മനസ്സ് കാണിച്ച് ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരിക്കൽ കുടുംബാംഗങ്ങൾ ഇടവയ്ക്ക് ഒരുപാട് നല്ല രീതിയിൽ സഹകരണം നൽകിയിട്ടുണ്ട്. നമ്മുടെ ദേവാലയം പണിയുന്ന സമയത്താണെങ്കിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഒരിക്കൽ കുടുംബം ഒരുപാട് സഹകരണം നൽകിയിട്ടുണ്ട്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരു കുടുംബത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ അമ്മ നൽകിയ സുഖങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നഷ്ടം സഹിക്കാതെ അല്ലെങ്കിൽ വിശ്വാസ ച്യുതി ഉണ്ടാകാതെ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ, ഇടവകയിലെ കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹം വർഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവരുടെ തമ്മിൽ സന്തോഷിച്ചു അവന്റെ
ജീവിതകാലത്ത് സകലങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്നെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിന്റെ പൈതൃകമായി പരിപാലനയിൽ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയമാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയും ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എപ്പോഴും ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമേ. യാത്രയായി ഞാൻ പ്രിയം വെച്ച നാടതിലേക്ക് നേരമായി എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. യാത്രയായി ഞാൻ പ്രിയം വെച്ച നാടതിലേക്ക് നേരമായി എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. പറയാതെ അറിയാതെ അകലുകയായി എൻ മനതാരിൻ സ്വപ്ന തീരത്ത്.
യാത്രയാ. നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണം ചെയ്യാനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമമുള്ള കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസാലും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഈ കബറിടം പവിത്രീകരിക്കണമേ. ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഈ കബറിടം പവിത്രീകരിക്കണമേ. കുരിശുപണിയായതുമേ രക്ഷിക്കപ്പെട്ടതിനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അവസാന സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മനുഷ്യനെ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമോണർന്നിടാ. സ്വർഗ
രാജ്യത്തു ചിന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി, പിറ്റേന്നു പമോണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര. ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര, ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സജീവവും ജീവദായകവുമായ ആശ്രമഹനീയമായ നീതിദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്തുകയും ചെയ്യണേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
എന്നേക്കും. ജീവിക്കുന്നവരെ പരിപാലിക്കണം. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി വിരമിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ഋഷിയായ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.